നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 5-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള രീതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് കുംഭമാസം 21-ാം തീയതിയാണ് ബുധനാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ ഫാൽഗുന മാസം 14-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:38, അസ്തമയം വൈകുന്നേരം 6:30. തിഥി ഷഷ്ടി തിഥിയാണ്. ഉദയാൽപരം തിഥി ഷഷ്ടി തിഥിയാണ്. ഷഷ്ടി തിഥി ഉച്ചയ്ക്ക് 12:55 വരെ ഉണ്ടായിരിക്കും. അതിനുശേഷം പിന്നീട് സപ്തമി തിഥിയാണ് ആരംഭിക്കുക. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:55 വരെ ആയിരിക്കും ഷഷ്ടി തിഥി. പിന്നീട് സപ്തമി തിഥിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ 4:31. കാർത്തിക നക്ഷത്രം അവസാനിക്കുന്നത് വ്യാഴാഴ്ച 1:10 AM എന്ന സമയത്താണ്. അതായത് ബുധനാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് വ്യാഴാഴ്ച ദിവസം തുടങ്ങുമ്പോൾ വ്യാഴാഴ്ച 1:10 AM എന്ന് പറഞ്ഞ സമയത്താണ് കാർത്തിക നക്ഷത്രം അവസാനിക്കുന്നത്. ഇപ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആദ്യത്തെ ഒരു പാദം മേടക്കൂറിലാണ്. അതിൻ്റെ സമയം ബുധനാഴ്ച രാവിലെ 4:31 മുതൽ ബുധനാഴ്ച സൂര്യോദയം കഴിഞ്ഞുള്ള 10:31 വരെയുള്ള സമയമാണ് കാർത്തിക കാൽ നക്ഷത്ര സമയം. ബുധനാഴ്ച സൂര്യോദയത്തിന് മുമ്പ്, ബുധനാഴ്ച അതിരാവിലെ പുലർച്ചയ്ക്ക് മുമ്പുള്ള 4:31 മുതൽ പുലർച്ചെ കഴിഞ്ഞ് 10:31 വരെയുള്ള സമയമാണ് കാർത്തിക കാൽ നക്ഷത്ര സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കാർത്തിക നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതായത് ബുധനാഴ്ച പുലർച്ചെ 4:31 മുതൽ നേരം പുലർന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ സൂര്യോദയം കഴിഞ്ഞുള്ള 10:31 വരെ കാർത്തിക കാൽ നക്ഷത്ര സമയവും, അതിനുശേഷം ബുധനാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് വ്യാഴാഴ്ച ദിവസം 1:10 AM എന്നുവരെയുള്ള സമയം ജനിക്കുന്ന കുട്ടികൾ കാർത്തിക മുക്കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ബുധനാഴ്ച ദിവസം കാർത്തിക നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. പുണർദം, രേവതി, ഉത്രം, തിരുവോണം, പൂരം, ഉത്രം, ഭരണി, ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം. കാർത്തിക നക്ഷത്രപ്രകാരം പുണർദം, രേവതി, ഉത്രം, ഉത്രാടം, തിരുവോണം, പൂരം, ഭരണി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ചതയം, ഉത്രട്ടാതി, അശ്വതി, ചോതി, ചിത്ര എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാരുടെ ജീവിതത്തിൽ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ബുധനാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം ആഗ്രഹിക്കുന്നവർക്ക് ശുഭസമയം പറഞ്ഞുതരാം. ബുധനാഴ്ച ദിവസം രാവിലെ 6:38 മുതൽ 11:18 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 11:36 മുതൽ 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 2:18 മുതൽ 5:18 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയങ്ങളിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ശുഭകാര്യങ്ങൾ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസത്തെ തീയതി വെച്ചാണല്ലോ. തീയതി 5 ആണ്. ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. ഇളനിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനിയും ധനപരമായ നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് കാർത്തിക നക്ഷത്രപ്രകാരം വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബുധനാഴ്ച ദിവസം കാർത്തിക നക്ഷത്രപ്രകാരം ധനപരമായ നേട്ടം വന്നു ചേരുന്ന നാളുകാർ ഭരണി, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, കേട്ട, ഉത്രാടം, ചതയം, രേവതി, കാർത്തിക, ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടം വന്നിരുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം. അല്ലെങ്കിൽ ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. കൊടുത്തുവാങ്ങലിനൊക്കെ അനുകൂലമായ ദിവസമാണ്. കാർത്തിക നക്ഷത്രപ്രകാരമാണ് ഈ നാളുകാർക്ക് ഇതിനുള്ള യോഗ്യത വന്നു ചേരുക. ബുധനാഴ്ച ദിവസം ഭരണി, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, കേട്ട, ഉത്രാടം, ചതയം, രേവതി, കാർത്തിക, ഇത്രയും നാളുകാർക്ക് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കും. ധനം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. കൊടുത്തുവാങ്ങലിനൊക്കെ അനുകൂലമായ ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ലോട്ടറി, കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ലോട്ടറി ടിക്കറ്റുകൾ എടുത്താൽ
ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള, ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് പറഞ്ഞുതരാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതങ്കാല, പൂയം, ആയില്യം നാളുകാർക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം കാൽ നാളുകാർക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാർക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം. അപ്പം ഈ നാളുകാരായിട്ടുള്ളവർ ലോട്ടറി എടുത്താൽ ഈ പറഞ്ഞ നാളിൽ ലോട്ടറി അടിക്കും. പക്ഷേങ്കിൽ ഈ എടുക്കുന്ന ആൾക്ക് കിട്ടണമോ കിട്ടണ്ടയോ എന്നുള്ളത് ഭാഗ്യദേവതയാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം ഒരു നക്ഷത്രത്തിൽ 1,00,000 ചില്വാനം ജാതകരുണ്ട്. കേരളത്തിലെ കണക്കനുസരിച്ച് 3 കോടി ജനങ്ങളുള്ളതിനെ 27 നക്ഷത്രമായിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു നക്ഷത്രത്തിൽ എത്ര പേര് കാണുമെന്നുള്ളത്. അതിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും ഈ ലോട്ടറി സമ്മാനം ലഭിക്കുക എന്നുള്ളതും കൂടി അറിയണം. ഈ അദ്ദേഹത്തിൻ്റെ തലക്കെട്ടിൽ കേസരി രാജയോഗത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. കേസരി രാജയോഗം വന്നു ചേരുന്നത് കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരാണെന്ന് അറിഞ്ഞുകൊള്ളുക. അതായത് 5-ാം തീയതി ബുധനാഴ്ച 10:31 മുതൽ ജനിക്കുന്ന കുട്ടികൾ, കാർത്തിക മുക്കാൽ നക്ഷത്ര ജാതകർക്ക് കേസരി യോഗമുണ്ട്, ഗജകേസരി രാജയോഗമുണ്ട്. കാർത്തിക മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്കും കേസരി രാജയോഗമുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അത് ഞാൻ ആദ്യമേ പറയാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ കേസരി രാജയോഗമുള്ളവർക്കും ലോട്ടറി ഭാഗ്യം വളരെ മുന്നിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.